മുംബൈയിൽ മലയാളികളടക്കം 12 ഭാഷക്കാർക്ക് മഹാരാഷ്ട്ര സർക്കാർ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചു നൽകുന്നു. താനെയിൽ പണി കഴിപ്പിക്കുന്ന സമാജ് ഭവന്റെ ഭൂമിപൂജ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നിർവഹിച്ചു. പദ്ധതിക്ക് 11 കോടി രൂപയാണ് മഹാരാഷ്ട്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. മുംബൈയിൽ മലയാളികളടക്കം 12 ഭാഷക്കാർക്കുള്ള കമ്മ്യൂണിറ്റി ഹാളാണ് മഹാരാഷ്ട്ര സർക്കാർ നിർമ്മിച്ചു നൽകുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെയും താനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെയും MLA പ്രതാപ് സർനായിക്കിന്റെയും നേതൃത്വത്തിലാകും നിർമ്മാണം. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 12 समाज के लिए 12 राज्य के लिए एक इमारत में बहुउद्देशीय इमारत में सभी लोगों को समाज भवन देने का काम हमारे प्रताप सरनाइक जी ने किया है। ये ऐतिहासिक क्षण है. നഗരവികസനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കലാസാംസ്കാരിക രംഗത്തും സജീവമായ മലയാളി സമൂഹത്തിന് മഹാരാഷ്ട്ര സർക്കാർ നൽകുന്ന അംഗീകാരമാണ് കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പ്രതാപ് സർനായക് കൈരളി ന്യൂസിനോട് പറഞ്ഞു. 12 कम्युनिटी का हम समाज भवन ग्राउंड +6 का बना रहे, उसमें से एक फ्लोर में से हाफ पार्ट यानी करीबन 3000 स्क्वायर फीट की जगह हम केरला के लोगों के लिए सभी कम्युनिटी के लिए और 3000 स्क्वायर फीट जगह जो है वो क्रिश्चियन कम्युनिटी के लिए दे रहे हैं. दोनों को एक ही फ्लोर पे दे रहे हैं ताकि अगर कोई गरीब लोगों का फंक्शन वहाँ पे होता है, कोई छोटे मोटे कार्यक्रम होता है तो दोनों हॉल एक साथ ज्वाइन करके उनको प्रोग्राम करने को मिलेगा. ജീവിക്കുന്ന മണ്ണിനോടുള്ള മലയാളികളുടെ പ്രതിബദ്ധതയാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഈ അംഗീകാരമെന്ന് സാമൂഹ്യ പ്രവർത്തകനായ റോയ് ജോൺ മാത്യു പറഞ്ഞു. വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൽ നമ്മുടെ കേരള ആൾക്കാർക്കും ഒരു ഹോൾ അവർ പണി കഴിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കൂടാതെ താനെ MP നരേഷ് മസ്കെ, MLA-മാരായ പ്രതാപ് സർനായക്, രവീന്ദ്ര ഫാട്ടക് കൂടാതെ 12 സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.